വങ്കനാട്ടിൽ ബംഗാളിൽ വലിയ അത്ഭുതമാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സംഭവിക്കുമെന്നാണ് എല്ലാ ചാനലുകളും പറയുന്നത്. ചാനലുകളും പറയുന്നതും 10ഓളം ഏജൻസികളുടെ സർവേ വന്നിരിക്കുന്നതും വളരെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ്. ആക്സിസ് മൈ ഇന്ത്യ മുതൽ തുടങ്ങി NDTV വരെ 10ഓളം ഏജൻസികളുടെ പഠനത്തിലും NDAക്ക് വലിയ അപ്പർ ഹാൻഡാണുള്ളത്. NDA അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾസ് പൾസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സർവേകളും പറയുന്നത് NDA അതായത് BJP മുന്നണി അധികാരത്തിൽ വരും. 130 മുതൽ 159 സീറ്റ് വരെ, 146 മുതൽ 161 സീറ്റ് വരെ, 150 മുതൽ 175 സീറ്റ് വരെ, 176 മുതൽ 208 സീറ്റ് വരെ, അതല്ലെങ്കിൽ 143 സീറ്റ് വരെ. എന്തായാലും NDA മുന്നണിയാണ്, BJPയാണ് അധികാരത്തിൽ വരുന്നത്. ബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 70കളിൽ 77 വരെ, 70കളിലും സ്വാതന്ത്ര്യ അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 77 വരെ കാലഘട്ടങ്ങളിൽ സിദ്ധാർത്ഥ ശങ്കർ റേയാണ് അവിടെ ഭരിച്ചിരുന്നത്. കോൺഗ്രസ്സിന് വലിയ ആഭിമുഖ്യമുണ്ടായിരുന്നു. ബംഗാൾ കോൺഗ്രസിൻ്റേതായിരുന്നു. പക്ഷേ അവിടെയുണ്ടായ ഫാമിൻ, ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ഫലമായി വലിയ ക്ഷാമത്തിലേക്ക് പോവുകയും ആളുകൾ പലായനം ചെയ്തു പോകുന്നൊരു കാഴ്ചയൊക്കെ അവിടെ ഉണ്ടായി. വളരെ രോഗാതുരമായ ഒരു സമൂഹം മാറി. ആ സമയത്താണ് ജ്യോതി ബസു അവിടെ വരികയും വിദേശ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് ജ്യോതി ബസു CPMൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതോടുകൂടി ബംഗാളിൻ്റെ തലവര മാറി, ചരിത്രം മാറി. പിന്നൊരു 10-33 വർഷക്കാലം CPMും ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ള CPMൻ്റെ തേരോട്ടമായിരുന്നു. എന്നാൽ CPMൻ്റെ തേരോട്ടം കഴിയുമ്പോൾ കോൺഗ്രസ്സിലുണ്ടായിരുന്ന മമതാ ബാനർജി ഈ CPMൻ്റെ തേരോട്ടത്തെ ചെറുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരുമായി തെറ്റി തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി. പിന്നെ 3 പ്രാവശ്യമായിട്ട് അവരുടെ തേരോട്ടമാണ്. 2011 അവർ മത്സരിച്ചു, വലിയ വോട്ടിൽ ജയിച്ചു, 16 ജയിച്ചു, 21 ജയിച്ചു. 3 പ്രാവശ്യമായി മമതാ ബാനർജിയുടെ തേരോട്ടമാണ്. ഇതാണ് അവിടെ. അപ്പോൾ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടു. CPMന് പാർട്ടി ഓഫീസുകൾ പോലുമില്ലാതെ, പാർട്ടി കേഡർമാരില്ലാതെ, സകലത് മുച്ചൂട് മുടിഞ്ഞ നിലയിൽ CPM വട്ടപൂജ്യമായി. ഒരു MLA ഇല്ലാതെ, ഒരു MP ഇല്ലാതെ, ഒരു പാർട്ടി ഓഫീസ് ഇല്ലാതെ, ഒരു കൊടി പിടിക്കാൻ ആളില്ലാതെ CPM അങ്ങ് ഇല്ലായ്മയായി. വല്ലാതെ ഗംഗാ നദിയിൽ ഒഴുകിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അത് ത്രിപുരയിൽ അതിനു മുമ്പേ അത് BJPയിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിലാണ് BJPയുടെ ഒരു വളർച്ച. എത്ര അത്ഭുതകരമാണ് BJP വളരുന്നത്. അവർ ജാതി പറഞ്ഞെന്നോ, ഹിന്ദുത്വം പറഞ്ഞെന്നോ, മതം പറഞ്ഞെന്നോ, ബീഫിനെ നിരോധിക്കുമെന്ന് പറഞ്ഞെന്നോ, ഭരണഘടന എന്ത് ന്യായമായിക്കോട്ടെ, ജനാധിപത്യത്തിൻ്റെ ബാലറ്റ് പേപ്പറിലൂടെ അല്ലെങ്കിൽ ബാലറ്റ് മെഷീനിലൂടെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ അവർ അധികാരത്തിൽ വരികയും വോട്ട് നേടുകയും ചെയ്യുകയാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവർ വോട്ട് നേടുമ്പം മെഷീന് കുഴപ്പം, അവർ വോട്ട് നേടിയില്ലെങ്കിൽ മെഷീന് കുഴപ്പമില്ല എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു ന്യായമില്ല. ഒരു ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. 2011 BJP 0 11 നിന്ന് 16 പോകുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ 3 സീറ്റായി. വെറും 3 സീറ്റ്. നോക്കൂ, 21 ആകുമ്പോൾ 77 സീറ്റ്. 3 എവിടെ കിടക്കുന്നു, 77 എവിടെ കിടക്കുന്നു. 100% എത്ര 1000 ശതമാനത്തിലേക്കാണ് 7 ഇവിടെ കിടക്കുന്നു, 3 എവിടെ കിടക്കുന്നു, 77 എവിടെ കിടക്കുന്നു. എത്ര വ്യത്യാസമാണുള്ളത്. എത്ര ഇരട്ടിയാണ് അവർ 2021 വോട്ട് പിടിച്ചത്. അതിനുശേഷം പിന്നെ അവർ വീണ്ടും അവിടെ തമ്പുറപ്പിക്കാൻ വേണ്ടി അമിത്ഷായെ അങ്ങോട്ട് നിയോഗിക്കുന്നുണ്ട്. അമിത്ഷായുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം ചാണക്യനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും അറിയാം. NDA മുന്നണി വരുന്നതിലും BJP അധികാരത്തിൽ വരുത്തുന്നതിനും അമിത്ഷായുടെ തല വളരെ വലുതാണ്. ദീർഘകാലം അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനുമായിരുന്നു. അപ്പോൾ അമിത്ഷാ ഒരു വലിയ ചാണക്യനാണ്. അമിത്ഷായെ ബംഗാളിലേക്ക് അയക്കുകയും അമിത്ഷാ അവിടെ വലിയ സുഖേന്ദു അധികാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുകയും വളരെ വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിനുമുള്ള പരിപാടികൾ നടത്തുകയും മോദിയും അമിത്ഷായും സംഘവുമെല്ലാം അവിടെ ക്യാമ്പ് ചെയ്തതുപോലെ പ്രചരണം നടത്തി. അങ്ങനെ വലിയ പ്രചരണം നടത്തി. ലക്ഷക്കണക്കിന് കേന്ദ്രസേന അംഗങ്ങളെയാണ് അവിടെ ഇറക്കിയത്. SIRൽ സുപ്രീം കോടതി വരെ പോയിട്ടും ഇലക്ഷൻ കമ്മീഷൻ വിട്ടില്ല. 1 കോടി അടുത്ത ആളുകൾ, 95 ലക്ഷത്തോളം ആളുകൾക്ക് വോട്ടില്ലാതായി. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർക്കൊന്നും വോട്ടില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ ബംഗാൾ ശുദ്ധീകരിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് SIRലൂടെ ശുദ്ധീകരിച്ചുകൊണ്ട് നടന്ന
അതിമനോഹരമായ തെരഞ്ഞെടുപ്പിൽ ഇതാ BJP മുന്നിൽ വരുന്നു എന്നുള്ളത് വങ്കനാട്ടിൽ നടക്കുന്ന വലിയൊരു അട്ടിമറിയായിരിക്കും. BJP ബംഗാളിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു രാഷ്ട്രീയ ദുര്യോഗം കൂടിയായിരിക്കും. കാരണം ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് സീറ്റ്, ഇന്ത്യ മുന്നണിക്ക് മമതാ ബാനർജി കരഞ്ഞാലും വിളിച്ചാലും ദേഷ്യപ്പെട്ടാലും സങ്കടപ്പെട്ടാലും അവർ പരസ്പരം അടിച്ചാലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ബംഗാളിൽ നിന്നുള്ള നിരവധി MP-മാരുടെയും MLA-മാരുടെയൊക്കെ സപ്പോർട്ട് കൃത്യമായി ഇന്ത്യ മുന്നണിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ബംഗാൾ കൂടി തകരാൻ പോകുന്നത് ഇന്ത്യ മുന്നണി കൂടിയായിരിക്കും. മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ടുള്ള മമതാ ബാനർജിയുടെ MP-മാർക്ക് പിന്നെ അവിടെ MP-മാരുണ്ടാവില്ല. അവർക്ക് വരുന്ന വർഷങ്ങളിൽ മമതാ ബാനർജിക്ക് MLA-മാരും MP-മാരും ഇല്ലാതിരുന്നാൽ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ അവർക്ക് ശക്തിപ്പെടുത്താൻ കഴിയുക? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അലകും പിടിയും മാറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ നേടി അധികാരത്തിൽ വരുമെന്ന് 10ഓളം ഏജൻസികൾ പറയുന്നതിൽ കൂടുതൽ ഏജൻസികളും പറയുന്നത് BJP അട്ടിമറിക്കും ബംഗാളിനെ എന്നാണ്. അങ്ങനെ BJP അട്ടിമറിച്ചാൽ അടുത്തത് കേരളം. പിന്നെ കേരളം മാത്രമേ ഉള്ളൂ അവർക്ക് ബാലികേറാ മലയായി. അതവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കും. ഇപ്പോൾ 1 മുതൽ 14 വരെ സീറ്റിൻ്റെ കഥ പറയുന്നു. അങ്ങനെ 14 വരെ സീറ്റ് പിടിച്ചാൽ, 10 സീറ്റ് പിടിച്ചാൽ, 5 സീറ്റ് പിടിച്ചാലും BJP ഇവിടെ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കും, ഇവിടെ കുറ്റി അടിച്ചിരിക്കും.